ഹലോ സ്റ്റുഡൻസ്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് മൊഡ്യൂൾ 6-ൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ കംപ്രസറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ദെൻ ആക്സിയൽ ഫ്ലോ കംപ്രസറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ആക്ച്വലി സെൻട്രിഫ്യൂഗൽ കംപ്രസറും ആക്സിയൽ ഫ്ലോ കംപ്രസറും എ ടൈപ്പ് ഓഫ് റോട്ടോ ഡൈനാമിക് കംപ്രസറാണ്, റൈറ്റ്? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കംപ്രസറിനെ പറ്റിയാണ്. ഒന്ന് റോഡ് ബ്ലോവർ കംപ്രസർ, ദെൻ വെയിൻ കംപ്രസർ, ദെൻ സ്ക്രൂ കംപ്രസർ. ആക്ച്വലി ഇതെല്ലാം ഈ 3 ടൈപ്പും റോട്ടറി കംപ്രസറിൻ്റെ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്നതാണ്. ആക്ച്വലി റോട്ടറി കംപ്രസർ എന്താണെന്ന് നമ്മൾ മൊഡ്യൂൾ 5-ൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മെയിൻ ക്ലാസിഫിക്കേഷൻ നടത്തി. ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടും ദെൻ റോട്ടോ ഡൈനാമിക് ആയിരിക്കും, റൈറ്റ്? ഇനി പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ടൈപ്പ് എക്സ്പ്ലെയിൻ ചെയ്തു, അതാണ് റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ്, റൈറ്റ്? 5th മൊഡ്യൂൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അതിൻ്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പിൽ വരുന്ന സെക്കൻഡറി ടൈപ്പാണ് റോട്ടറി കംപ്രസേഴ്സ്. ഓക്കെ, സോ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ എന്താ സംഭവിക്കണേ? ഒരു പിസ്റ്റൺ വെച്ച് റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ ഓഫ് പിസ്റ്റൺ വഴി കംപ്രസ്ഡ് ആകുന്നതാണ്. ഇനി റോട്ടറി കംപ്രസർ എന്ന് പറയുന്നത് ആക്ച്വലി എയർ ഈസ് ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ 2 സെറ്റ്സ് ഓഫ് എൻഗേജിങ് സർഫസസ്. 2 എൻഗേജിങ് സർഫസിൻ്റെ ഇടയ്ക്ക് എയർ ട്രാപ്പ് ചെയ്ത് എയർ പ്രഷറൈസ് ആകുന്നത് ഒന്നുകിൽ സ്ക്യൂസിങ് ആക്ഷനും ദെൻ ബാക്ക് ഫ്ലോ ഓഫ് എയർ എന്ന് പറഞ്ഞിട്ടൊരു മെക്കാനിസം ഉണ്ട്. ഈ മെക്കാനിസത്തിലൂടെയാണ് റോട്ടറി കംപ്രസേഴ്സിൽ പ്രഷറൈസേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ പ്രോസസ്സ് നടക്കുന്നത്, റൈറ്റ്? അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള കംപ്രസേഴ്സാണ് റൂട്ട് ബ്ലോവർ കംപ്രസർ, വെയിൻ കംപ്രസർ, ദെൻ സ്ക്രൂ കംപ്രസർ. ഈ 3 ഇനിയുള്ള ലെക്ചേഴ്സിലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകും. ഓക്കെ, ദെൻ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഡിസ്കഷൻ ഓഫ് റൂട്ട് ബ്ലോവർ കംപ്രസർ. ആക്ച്വലി ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ റൂട്ട് ബ്ലോവർ കംപ്രസർ. സോ ദിസ് മെഷീൻ കൺസിസ്റ്റ് ഓഫ് എ ഫിക്സഡ് കേസിംഗ് ആൻഡ് വിച്ച് കണ്ടെയ്ൻ 2 ഷാഫ്റ്റ്സ് ഫിറ്റഡ് വിത്ത് റോട്ടേഴ്സ് വിത്ത് ലോബ്സ്. ഇതിനാണ് എന്താ പറയുക, ഈ ഷേപ്പിലുള്ളതിനാണ് ലോബ്സ് എന്ന് പറയും. ഇത് രണ്ടും 2 ഷാഫ്റ്റിൻ്റെ മുകളിൽ കണക്റ്റഡ് ആണ്, റൈറ്റ്? ആൻഡ് ദീസ് ആർ ഇൻ എ എയർ ടൈറ്റ് കേസിൻ്റെ അകത്താണ്. ഓക്കെ, ഇനി ഈ ലോബിൻ്റെ ഷേപ്പിന് നമ്മൾ ഏതർ ഇറ്റ് വിൽ ബി എപ്പിസൈക്ലോയിഡ് ഓർ ഹൈപ്പോസൈക്ലോയിഡ്. ഓക്കെ, ആൻഡ് ഇതിൽ ഒരു റോട്ടർ എന്ന് പറയുന്നത് നമ്മളെ മെയിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡ്രൈവിംഗ് മെക്കാനിസം ഉണ്ടാവുമല്ലോ. നമ്മളെപ്പോഴും ഒരു എക്സ്റ്റേണൽ ഡ്രൈവിംഗ് മെക്കാനിക് ഒരു മോട്ടർ വെച്ച് ഡ്രിവൺ ചെയ്തിട്ടാണല്ലോ വർക്ക് ചെയ്യുക. സോ ആ എക്സ്റ്റേണൽ ഡ്രൈവിംഗ് മെക്കാനിസമായിട്ട് കണക്റ്റഡ് ആയിരിക്കും ഒരു ലോബ് അല്ലെങ്കിൽ ഒരു റോട്ടർ കമ്പോണൻറ്റ്. ദെൻ സെക്കൻഡ് റോട്ടർ ഈസ് റൊട്ടേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ഓർ ഇറ്റ് ഈസ് ഡ്രിവൺ ഫ്രം ഫസ്റ്റ് വൺ. ഇറ്റ് ഈസ് ഡ്രൈവ് ഫ്രം ഫസ്റ്റ് വൺ. ആക്ച്വലി ഈ 2 ലോബ്സും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണിക്കുന്നത് ഈ ഡോട്ട് പോർഷൻസ് കാണിക്കുന്നത്. ആ ഡോട്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ 2 ഗിയർ മെഷീനാണ്. ഈ ഗിയർ മെഷീൻ വഴി 2 ലോബ്സും കണക്റ്റഡ് ആണ്. സോ മെയിൻ ഫസ്റ്റ് ലോബ് മെയിൻ ഡ്രൈവൺ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്യുമ്പം വിത്ത് ദിസ് ഗിയർ മെക്കാനിസം സെക്കൻഡ് ലോബും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇതിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ആൻ ഇൻലെറ്റ് പോർട്ട് ആൻഡ് ആൻ ഔട്ട്ലെറ്റ് പോർട്ട്. ഓക്കെ, ആൻഡ് ദിസ് ഔട്ട്ലെറ്റ് പോർട്ട് ഈസ് കണക്റ്റഡ് വിത്ത് എ റിസീവർ. ആക്ച്വലി റിസീവർ എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് ടാങ്കാണ്, റൈറ്റ്? ഇവിടുന്ന് കംപ്രസ് ചെയ്ത് വരുന്ന എയറിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു സ്റ്റോറേജ് ടാങ്ക്. ആക്ച്വലി ഇതിൻ്റെ പ്രഷറൈസ് ചെയ്യുന്ന മെക്കാനിസത്തിൽ ഈ റിസീവറിനുകൊണ്ട് ഒരു പാർട്ട്, റൈറ്റ്? ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നോക്കിയാലും ഇനീഷ്യലി എയർ എന്ത് ചെയ്യും? എയർ എൻറ്റേഴ്സ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഇൻ ടു ദ കംപ്രസർ ത്രൂ ഇൻലെറ്റ് പോർട്ട്. സോ ഫസ്റ്റ് ഈ ലോബ് എന്താവും? റൊട്ടേറ്റഡ് ആകുമ്പോൾ സക്ഷൻ പ്രോസസ്സ് നടക്കും, റൈറ്റ്? സക്ഷൻ പ്രോസസ്സ് നടന്നാൽ ഈ ലോബിനും കേസിങ്ങിനും ഇടയ്ക്ക് എയർ വരും. നമ്മൾ ഈ ഫിഗർ ഏകദേശം വർക്കിങ്ങിനെ കാണിക്കാനാണ്, ഒരു സ്കീമാറ്റിക് ആയിട്ട് പറയുന്നത്. ഇനീഷ്യലി ലോബിന് ഇതിനിടയ്ക്ക് ഇവിടെ എയർ വന്നു, റൈറ്റ്? ദെൻ കണ്ടിന്യൂസ്ലി ലോബ് എന്താണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ എയറിൻ്റെ പൊസിഷൻ ഇതിനെ പുഷ് ചെയ്ത് ഇങ്ങനെ നീക്കിക്കൊണ്ടുപോകും. സോ ഇതിൻ്റെ പൊസിഷൻ മാറി വരും. അതിൻ്റെ ലോബും ഇതും തമ്മിൽ ഏരിയ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് എന്താ? ഇത് സ്ക്യൂസ്ഡ് ആവും. എയർ സ്ക്യൂസ്ഡ് ആയി എയർ പ്രഷറൈസ്ഡ് ആവും. സോ ഫൈനലി ഇറ്റ് വിൽ ഡെലിവർ ടു ഔട്ട്ലെറ്റ് റിസീവർ. കൂടുതൽ റിസീവറിലേക്ക് പോകും, റൈറ്റ്? എയർ ഈസ് പുഷ്ഡ് ടു ദ റിസീവർ ഡ്യൂ ടു കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് റോട്ടർ. അപ്പോൾ ഇവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. സോ കണ്ടിന്യൂസ്ലി മോർ ആൻഡ് മോർ എയർ ഫ്ലോ വന്നുകൊണ്ടേയിരിക്കും. ഒരു തവണ ഒരു റൊട്ടേഷൻ വന്ന് ഇപ്പുറം എയർ കടന്നു കഴിഞ്ഞാൽ അടുത്ത ഇൻലെറ്റ് സെക്ഷൻ പ്രോസസ് നടക്കും. അപ്പോൾ ഇതിവിടെ ഡെലിവറി നടക്കുമ്പോൾ അറ്റ് എ ടൈം ഇവിടെ എന്ത് നടക്കും? പുതിയൊരു ഇൻലെറ്റ് നടക്കും, റൈറ്റ്? ഈ സ്ക്യൂസിങ് വഴി പാർഷ്യൽ പ്രഷറൈസേഷൻ നടക്കും. ദെൻ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ക് ഫ്ലോ ഓഫ് എയർ.
ഈ റോട്ടറി കംപ്രസേഴ്സിൻ്റെ കേസിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രഷറൈസേഷൻ മെത്തേഡാണ് ബാക്ക് ഫ്ലോ ഓഫ് എയർ. എന്ന് വെച്ചാൽ ഇനീഷ്യലി നമ്മൾ സ്റ്റോർ ചെയ്തു, ഇതിലേക്ക് റിസീവറിലേക്ക് സ്റ്റോർ ചെയ്തു. സോ വെൻ ദ റൊട്ടേറ്റിംഗ് ലോബ് uncovers the exit port, the high pressure air from the receiver flows back into the casing. So this flow of air reduces the pressure inside the receiver, right? എന്നിട്ട് എന്ത് സംഭവിക്കും? This high pressure air will get mixed with new fresh air trapped inside the casing. So this mixing of air increases the pressure of air trapped ഇൻസൈഡ് ദ കേസിങ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. നമ്മൾ ഓൾറെഡി റിസീവറിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോർ ചെയ്ത എയർ ഉണ്ടാവും ഹൈ പ്രഷറിൽ. അതിൻ്റെ റിസീവറിൻ്റെ പോർട്ട് അതിന് അങ്ങോട്ടേക്കുള്ള ഡിസ്ചാർജ് പോർട്ടിന് അതിൻ്റെ വാൾവ് ഓപ്പൺ ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോർ ചെയ്തതിൻ്റെ അന്നൊരു ഒരു പോർഷൻ എന്തിലേക്ക് വരും? തിരിച്ച് കേസിങ്ങിലേക്ക് തന്നെ വരും. അപ്പോൾ കേസിങ്ങിലേക്ക് വരുമ്പോൾ എന്തും അവിടെ ഓൾറെഡി ഫ്രഷ് എയർ ഉണ്ടാവും, റൈറ്റ്? സോ ഇത് രണ്ടുമായിട്ട് മിക്സ്ഡ് അപ്പ് ആവും. ഈ മിക്സ്ഡ് അപ്പ് ആകുമ്പോൾ ഇതിൻ്റെ എയറിൻ്റെ എന്താവും? പ്രഷർ കൂടുമല്ലോ, റൈറ്റ്? അപ്പോൾ അതൊരു ഈ കേസിങ്ങിൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻറ്റ് വോളിയാണല്ലോ. സോ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് തന്നെ ഇത് പ്രഷറൈസ്ഡ് ആവാൻ തുടങ്ങും. ഓൾറെഡി ഇല്ല ഫ്രഷ് എയർ. അപ്പോൾ ഇത് അഗെയിൻ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് പ്രഷറൈസ്ഡ് ആയ എയർ തിരിച്ച് വീണ്ടും റിസീവറിലേക്ക് പോകും. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ ബാക്ക് ഫ്ലോ ഓഫ് എയർ, അൺടിൽ എത്ര വരെ ഈ റിസീവറിലുള്ള എയറിൻ്റെ പ്രഷറും പുറമെ കേസിങ്ങിലുള്ള പ്രഷറും ഈക്വൽ ആയിട്ട് അറ്റൈൻ ചെയ്യുന്നവരെ ഈ പ്രോസസ് ഹാപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു റെവല്യൂഷൻ, ഒരു ഷാഫ്റ്റിൻ്റെ ഒരു ഫുൾ റെവല്യൂഷൻ, ആ ഫുൾ റെവല്യൂഷനാണല്ലോ ലോബ് കറങ്ങുന്നതാവും. ആ ഫുൾ റെവല്യൂഷൻ വരുന്നതിനുള്ളിൽ 4 പ്രാവശ്യം ഈ ബാക്ക് ഫ്ലോ ഓഫ് എയർ വരും. ഈ 4 പ്രാവശ്യത്തിനുള്ളിൽ ഈ ഈക്വൽ പ്രഷർ അറ്റൈൻ ചെയ്യും. എന്നിട്ട് അപ്പോൾ ആ 4 പ്രഷറിനുള്ളിലാണ് ഇത് ഓരോ സ്റ്റേജായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ടോട്ടൽ എയർ പ്രഷറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഫുള്ളി പ്രഷറൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ റിസീവറിന് എന്താവും? കംപ്രസറിൽ റിസീവറിന് ഡെലിവറി ചെയ്യും, അതായത് കംപ്രസറിന് ഔട്ട്പുട്ട് പോകും. അതാണ് ഒരു റൂട്ട് ബ്ലോവറിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു PV ഡയഗ്രം വരച്ച് നോക്കിയാൽ ഇനീഷ്യലി ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ സക്ഷൻ പ്രോസസ്സാണ്. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എയർ ഇൻലെറ്റ് ചെയ്തു. ഇനീഷ്യലി 0 വോളിയാണ്, അത് എയർ ഇൻലെറ്റ് ചെയ്ത് കൊണ്ടുവന്നു, ഇവിടെ എത്തി. ദെൻ എന്ത് ചെയ്യും? ബാക്ക് ഫ്ലോ പ്രോസസ്സ് മെയിനായിട്ട് ഈ റൂട്ട് ബ്ലോവറിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് ഈ ബാക്ക് ഫ്ലോറിലെ പ്രഷറൈസേഷൻ പ്രോസസ്സാണ് ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ആ മെത്തേഡിലാണ് മാക്സിമം പ്രഷറൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അത് മാത്രം കൺസിഡർ ചെയ്യുന്നത്. സോ ഇനീഷ്യലി എന്താവും? ഒരു ബാക്ക് ഫ്ലോ കൊണ്ട് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഇത് പ്രഷറൈസേഷൻ നടക്കും, റൈറ്റ്? ദെൻ എന്താവും? ആ പ്രഷറൈസ്ഡ് ആയ എയർ ഡെലിവേർഡ് ആവും. ഇത്രയാണ് നോർമൽ PV ഡയഗ്രത്തിൽ വരുന്നത്, റൈറ്റ്? ദെൻ ഇതിൻ്റെ ഈ PV ഡയഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? നമ്മളെ വർക്ക് ഡൺ ആയിരിക്കും. സോ വർക്ക് ഡൺ പെർ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ ബാക്ക് ഫ്ലോ കേസസിൻ്റെയാണ്. അപ്പോൾ എന്ത് വരും? P2 - P1 ഇൻറ്റു VS, അല്ലെങ്കിൽ ഈ ലെങ്ത് വോളിയം എത്രയാണോ അതാണ് ഇനീഷ്യലി ഒറ്റ ഇതിൽ. അങ്ങനെയുള്ള 4 നടന്നാലാണ് എന്ത് വരിക? ടോട്ടലി പ്രഷറൈസേഷൻ, മൊത്തം ടോട്ടൽ വർക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷറൈസ്ഡ് ആകുക എന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ പെർ റെവല്യൂഷൻ ഓഫ് ഷാഫ്റ്റ് കിട്ടും, റൈറ്റ്? ഇതിനെ ഡിവൈഡ് ബൈ ടൈം ചെയ്ത പവർ കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയാണ് റൂട്ട് ബ്ലോവറിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, റൈറ്റ്? ഇതിൻ്റെ നോർമലി ക്വസ്റ്റ്യൻ വരാതെ ഇതിൻ്റെ റൂട്ട് ബ്ലോവറിനെ പറ്റി ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ ഒരു 10 മാർക്കിനോ ഇതിൻ്റെ ഫിഗർ വരച്ച് ഇതിൻ്റെ കാര്യങ്ങൾ, തിയറി, കമ്പോണൻസ്, വർക്കിംഗ്, ഇതിൻ്റെ PV ഡയഗ്രം, വർക്ക് ഡൺ ഇക്വേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് യൂഷ്വലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറ്. ഇത് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഷെയർ ചെയ്യാം. ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ വരും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളതും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കുക, ഓക്കെ? ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മോസ്റ്റ്ലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. ഓക്കെ, താങ്ക് യു.